സെബാസ്റ്റ്യൻ 1961 ഡിസംബറിൽ കോട്ടപ്പുറത്ത് ശ്രീ കളത്തിൽ ദേവസിയുടെയും ശ്രീമതി കുഞ്ഞമ്മയുടെയും മകനായി ജനിച്ച മലയാളത്തിൻ്റെ പ്രിയ കവി, മലയാള ആധുനിക സാഹിത്യശാഖയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ, കവി, ചിന്തകൻ, മികച്ച വാഗ്മി തുടങ്ങിയ നിരവധി മേഖലകളിൽ ശ്രദ്ധേയൻ. വാണിജ്യസൂത്രത്തിൻ്റെ അകമ്പൊരുളറിയുന്ന മുസിരീസിനെ ആത്മാവിൽ ആവാഹിച്ച കവി, നിറയെ പൂത്ത വാഗമരത്തിൻ്റെ ചോട്ടിലിരുന്ന് സ്ലേറ്റിൽ വസന്തകാലം എന്ന കവിത എഴുതിയ 4ാം ക്ലാസ്സുകാരൻ, പ്രകൃതിയിലെ വർണ്ണഭേദങ്ങളെ അക്ഷരക്കൂട്ടിൽ ആവാഹിച്ച് കവിതയായി രൂപാന്തരം പ്രാപിച്ചപ്പോൾ വിസ്മയിച്ചത് സഹപാഠികളും ഗുരുക്കന്മാരും മാത്രമായിരുന്നില്ല. പിന്നീടുള്ള യാത്രയിൽ അക്ഷരങ്ങളും പുസ്തകങ്ങളും ചങ്ങാതിമാരായി. ദേശാന്തരങ്ങൾ കടന്ന് മാതൃഭാഷ കൂടാതെ രാഷ്ട്രഭാഷയും ലോകഭാഷയും അദ്ദേഹത്തിൻ്റെ കൃതികൾക്കായി വഴങ്ങി നിന്നപ്പോൾ കൊടുങ്ങല്ലൂരിലെ കാവു തീണ്ടിയെത്തുന്ന കാറ്റുപോലും അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞു നിന്നു. ഋതുഭേദങ്ങൾ ആ അക്ഷരസ്നേഹിയുടെ കൂട്ടുകാരായി. തുടർന്നിങ്ങോട്ട് കാലം കരവിരുത് കാണിച്ചപ്പോൾ സെബാസ്റ്റ്യൻ എന്ന കവിയിൽ നിന്ന് മലയാണ്മയ്ക്ക് ലഭിച്ചത് എത്രയെത്ര കൃതികൾ! പുറപ്പാട്, കവിയുത്തരം, പാട്ടുകെട്ടിയ കൊട്ട, ഒട്ടിച്ച നോട്ട്, കണ്ണിലെഴുതാൻ, ഇരുട്ട് പിഴിഞ്ഞ്, സെബാസ്റ്റ്യൻ്റെ കവിതകൾ, ചില്ലുതൊലിയുള്ള തവള, ചൂളപ്പൊതികൾ, നിശബ്ദതയിലെ പ്രകാശങ്ങൾ, പ്രതിശരീരം, അറ്റുപോവാത്തത്, കൃഷിക്കാരൻ, ഒരൊച്ച മാത്രം, ജലഛായം, നടനം തന്നെ ജീവിതം, ഹൃദയനിവാസികൾ തുടങ്ങിയ നിരവധി കൃതികളായിരുന്നു. ഇവ കൂടാതെ 30 നവകവിതകൾ, ചെന്നിനായകത്തിൻ്റെ മുലകൾ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് അറ്റ് 60, പ്രിയപ്പെട്ട 101 അയ്യപ്പൻ കവിതകൾ, കവികൾക്ക് കവിയായ ധിക്കാരം, രമണീയമീ ജീവിതം, എ അയ്യപ്പൻ്റെ സമ്പൂർണ്ണ കവിതകൾ, എ അയ്യപ്പൻ്റെ കത്തുകൾ, ജീവിതത്തിൻ്റെ കടൽ, കണ്ണാടിപ്പുഴ വിൽപ്പനയ്ക്ക്, മലയാളത്തിൻ്റെ മഹാകവിത തുടങ്ങിയ നിരവധി കൃതികൾ അദ്ദേഹം എഡിറ്റ് ചെയ്യുകയുണ്ടായി. ഇരുട്ട് പിഴിഞ്ഞു വെളിച്ചത്തിൽ, മൺതരി മുതൽ മഹാകാശം വരെ സെബാസ്റ്റ്യൻ കവിതകളിലൂടെ കവിതയുടെ പ്രതിശരീരം, യുവ ഗവേഷകൻ എഴുതിയ സെബാസ്റ്റ്യൻ കവിതകളുടെ പഠനങ്ങൾ, യാത്രികൻ്റെ കൺവഴികൾ തുടങ്ങിയ നിരവധി പഠനങ്ങൾ ശ്രീ സെബാസ്റ്റ്യൻ്റെ കവിതകളെക്കുറിച്ച് ഉണ്ടായി. ഇവ കൂടാതെ ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും അദ്ദേഹത്തിൻ്റെ കവിതകൾ പരിഭാഷപ്പെടുത്തുകയുണ്ടായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ കവിതാ പുരസ്കാരം, യുവകലാ സാഹിതി കവിതാ പുരസ്കാരം, പി ഭാസ്കരൻ കവിതാ പുരസ്കാരം, ജയൻ സ്മൃതി സാഹിത്യ പുരസ്കാരം, മഹാകവി പി സ്മാരക ട്രസ്റ്റ് കവിതാ പുരസ്കാരം, മുല്ലനേഴി ഫൗണ്ടേഷൻ കവിതാ പുരസ്കാരം, BCV കവിതാ പുരസ്കാരം, മൂടാടി ദാമോദരൻ കവിതാ പുരസ്കാരം, കിടാമംഗലം പപ്പുക്കുട്ടി സ്മാരക കവിതാ പുരസ്കാരം, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് കവിതാ പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ്, നെല്ലിക്കൽ മുരളീധരൻ കവിതാ പുരസ്കാരം, പ്രൊഫസർ KV തമ്പി കവിതാ പുരസ്കാരം, അഴീക്കൽ കൃഷ്ണൻകുട്ടി സ്മാരക കവിതാ പുരസ്കാരം, R രാമചന്ദ്രൻ കവിതാ പുരസ്കാരം, കുറ്റിപ്പുഴ വിശ്വനാഥൻ കവിതാ പുരസ്കാരം, AP കളക്കാട്ട് സാഹിത്യ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തുകയുണ്ടായി. കൂടാതെ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരവധി ദേശീയ അന്തർദേശീയ കവി സമ്മേളനങ്ങളിൽ മലയാളത്തെ പ്രതിനിധീകരിച്ചു. കണ്ണൂർ സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, കേരള സർവകലാശാല എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കവിത പഠന വിഷയമാണ്. കേരള സ്റ്റേറ്റ് സ്കൂൾ സിലബസിലും അദ്ദേഹത്തിൻ്റെ കവിത പഠന വിഷയമാണ്. നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ, നിരവധി സർവകലാശാലകൾ തൻ്റെ കവിത പഠന വിഷയമാക്കിയ
നിരവധി പുസ്തകങ്ങൾ, നിരവധി കൃതികൾ മലയാണ്മയ്ക്ക് സംഭാവന നൽകിയ ആദരണീയനായ മലയാളത്തിൻ്റെ പ്രിയ കവി, മലയാളികൾ എന്നും നെഞ്ചോട് ചേർത്ത മലയാളത്തിൻ്റെ സ്വന്തം സെബാസ്റ്റ്യൻ. തൻ്റെ ഏറെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ അല്പസമയം സാഹിതിയോടൊപ്പം എൻ്റെ എഴുത്തുവഴികൾ എന്ന പംക്തിയിൽ അദ്ദേഹം എത്തുന്നു. മലയാണ്മ നെഞ്ചോട് ചേർത്ത ഈ പ്രിയ കവിയെ സാഹിതിയിലേക്ക് ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ, അതിലേറെ ആദരവുകളോടെ സഹർഷം സ്വാഗതം ചെയ്യുന്നു.